എന്താണ് പാഷൻ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ദ്രാവിഡ് ഒരു കളിക്കാരനെ ചൂണ്ടിക്കാണിച്ചു. അത് പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറോ അനിൽ കുംബ്ലെയോ സൗരവ് ഗാംഗുലിയോ VVS ലക്ഷ്മണോ ആയിരുന്നില്ല, മറ്റൊരു കളിക്കാരനായിരുന്നു, പ്രവീൺ താംബെ. തൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 20 വർഷക്കാലം മുംബൈയിലെ ഗല്ലിയിലും മൈതാനത്തും കണ്ടിന്യൂസ് ആയിട്ട് ഡേ ബൈ ഡേ ഒരു ദിവസം പോലും മുടങ്ങാതെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു ലെഗ് സ്പിന്നറാണ് പ്രവീൺ താംബെ. പക്ഷേ ഈ 20-21 വർഷക്കാലം മുംബൈയിലെ മൈതാനങ്ങളിൽ ഇങ്ങനെ കളിച്ച് നടന്നിട്ടും ഒരിക്കൽ പോലും മുംബൈയെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാൻ പ്രവീൺ താംബെക്ക് അവസരം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് എന്ന് മാത്രമല്ല, ജസ്റ്റ് ഒരു ജൂനിയർ പ്ലെയർ ആയിട്ട് പോലും കളിക്കാനുള്ള ചാൻസ് പ്രവീണിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IPL രാജസ്ഥാൻ റോയൽസിനൊരു ലെഗ് സ്പിന്നറിന് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രവീൺ താംബെ അവിടെ നെറ്റിലെത്തുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ നെറ്റിലേക്ക് വരുമ്പോൾ പ്രവീൺ താംബെയുടെ പ്രായം 41 വയസ്സാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള യങ് പ്ലേയേഴ്സൊക്കെ പറഞ്ഞത്, ഇതേതാണ് ഈ അങ്കിൾ നമ്മുടെ കൂടെ കളിക്കാൻ വന്നിരിക്കുന്നത് എന്നാണ്. അധികം താമസിയാതെ രാഹുൽ ദ്രാവിഡിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ CEOയുടെ കോളാണ്. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ എന്താണ് ഒരു 41 വയസ്സുള്ള ഒരാളെ നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്തുന്നതെന്ന് കേട്ടല്ലോ. രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും യങ് പ്ലേയേഴ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇത്രയും പ്രായമുള്ള ഒരാളെ നമ്മൾ ടീമിൽ എടുക്കരുത്. അപ്പോൾ രാഹുൽ ദ്രാവിഡ് വിശദീകരിച്ചു എന്തുകൊണ്ട് 41 വയസ്സുകാരനായ ഈ ലെഗ് സ്പിന്നറിന് നമ്മുടെ ടീമിലേക്ക് ആവശ്യമുണ്ട് എന്ന കാര്യം. അങ്ങനെ രാഹുൽ ദ്രാവിഡ് പ്രവീൺ താംബെക്ക് വേണ്ടി സംസാരിച്ച് അദ്ദേഹത്തിന് ടീമിൽ ജോയിൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ടീമിലുണ്ടെങ്കിൽ പോലും ഗ്രൗണ്ടിലിറങ്ങി കളിക്കാനുള്ള അവസരം പ്രവീൺ താംബെക്ക് ലഭിച്ചില്ല. 1.5 വർഷക്കാലം ആ ഒരു ടീമിൽ പേരുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാക്ടീസിന് വരും. ഓപ്ഷണലാണ്, നിങ്ങൾ വരണമെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാലും പ്രവീൺ അവിടെ ഉണ്ടാവും. ഓരോ നിമിഷവും ഓരോ സമയത്തും ഓരോരുത്തരോടും ഒരുപാട് നേരം പ്രവീൺ ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ക്രിക്കറ്റിനെ കുറിച്ച്, ബൗളിങ്ങിനെ കുറിച്ച്, തൻ്റെ ബൗളിങ്ങിനെ കുറിച്ചൊക്കെ. എല്ലാ ദിവസവും ഏറ്റവും ആദ്യം വന്ന് ബോൾ എടുക്കുന്നത് പ്രവീണായിരിക്കും. ഏറ്റവും അവസാനം ആ ബോൾ ലീവ് ചെയ്യുന്നതും താംബെയായിരിക്കും. അങ്ങനെ ലേറ്റർ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിക്കാനുള്ള അവസരം പ്രവീൺ താംബെക്ക് കിട്ടി. ഏറ്റവും ആദ്യത്തെ മാൻ ഓഫ് ദ മാച്ച് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ റൂമിലിരുന്ന് കരയുന്ന പ്രവീൺ താംബെയെയാണ് രാഹുൽ ദ്രാവിഡ് കണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതാണ് പാഷൻ. 20 വർഷക്കാലം മൈതാനത്ത് കളിച്ച് നടക്കുമ്പോഴും ഒരവസരവും കിട്ടാതെ, ഒരു റെക്കഗ്നിഷനും കിട്ടാതെ, ഒരു ടീമിലും ചാൻസ് കിട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ പ്രവീൺ താംബെ കളിച്ച ആ കളിയുണ്ടല്ലോ, ദാറ്റ്സ് വാട്ട് വി കോൾ പാഷൻ.